എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്ന് നവംബർ 19 പുരുഷ ദിനമാണ്. എല്ലാ പുരുഷന്മാർക്കും ആശംസകൾ, പുരുഷ ദിനാശംസകൾ. ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ആ പുരുഷനൊരു മകനാവാം, അച്ഛനാവാം, ഭർത്താവാം, അപ്പൂപ്പനാവാം. പുരുഷനെന്നും ഏത് പുരാണത്തിലും ശക്തിയുടെ പ്രതീകമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പുരുഷന് ശക്തിയാവാം, പക്ഷേ ഒരിക്കലും ദുർബലയെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ മേൽ അധികാരം കാണിച്ചിട്ട് അല്ലെങ്കിൽ സമ്മർദ്ദം ഉപയോഗിച്ചിട്ടാവരുത് നിങ്ങളുടെ ഈ പവറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തിയുടെ പ്രതീകമാണ് എന്ന് തെളിയിക്കാൻ. ഭാര്യയെ തല്ലുന്നതിനൊന്നും നമ്മൾ ഒരിക്കലും സമൂഹം ഇപ്പോൾ അംഗീകരിക്കാറില്ല. ഒരു പാനിയൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ്. ആർക്കും അതിനോട് യോജിക്കാൻ പറ്റില്ല. പുരുഷൻ്റെ ദിനം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് അവൻ എത്രയും സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തടസ്സമില്ലാതെ നിൽക്കുക. സ്ത്രീയും പുരുഷനും രണ്ട് വ്യക്തികളാണ്, രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതാണ് ഒരു പുരുഷൻ എന്ന രീതിയിൽ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കും, ഫേസ്ബുക്കിൽ പോകാനുള്ള അല്ലെങ്കിൽ വാട്സപ്പിൽ ആൾക്കാരെ ചേർക്കാനും സംസാരിക്കാനും കോൾ ചെയ്യാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഞാൻ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അവളെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറയും. സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമ്മൾ അത്രയും കാലം ചെയ്ത അല്ലെങ്കിൽ അതുവരെ ചെയ്ത പ്രവൃത്തിയുടെയൊക്കെ ആ ഒരു ഫലം നഷ്ടപ്പെടുന്നുണ്ട്. ഒരു അർത്ഥഭേദം അവിടെ വരുന്നുണ്ട്, അർത്ഥവ്യത്യാസം. കൊടുക്കാൻ നമ്മൾ ആരാണ്? സ്ത്രീയും പുരുഷനും ഒക്കെ ദൈവത്തിൻ്റെ തുല്യ സൃഷ്ടികളാണ്. സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ പല കടമകളുമാണ് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളത്. അത് നമ്മളൊക്കെ അനുസ്യൂതം ചെയ്തു വരുന്നു, കടമകൾ നേറ്റി വരുന്നു എന്ന് മാത്രം. ഒരുപക്ഷെ ശക്തിയുടെ കാര്യത്തിൽ ഒരു കാലത്ത് പുരുഷനായിരുന്നു മുമ്പിൽ നിന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മർദ്ദം കൊണ്ടും അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കാൻ ആഹാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഒക്കെ അധ്വാനിക്കാൻ പോയിരുന്നത് പുരുഷനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പുരുഷനെ സ്ത്രീകൾ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ വീട്ടിൽ ഭക്ഷണവും കാര്യങ്ങളും അവർക്ക് പ്രത്യേക പരിചരണങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ പുരുഷനെന്നെ ഇരുന്ന് തോന്നാൻ തുടങ്ങി, ഞാൻ വലിയൊരാളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ പരിചരണമൊക്കെ കിട്ടുന്നത്. സ്ത്രീകൾ നമ്മെ പരിചരിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ, നമ്മുടെ പണികൾ വീട്ടുപണി ചെയ്യാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ച് മുലയൂട്ടി അതുപോലെ വീട്ടുകാര്യങ്ങൾ ചെയ്യാനൊക്കെയാണ് സ്ത്രീകൾ. പുരുഷനാണ് ഇവിടുത്തെ ഏകാധിപതി എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ പുരുഷന്മാരായ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഏതൊരു കാര്യവും ഒന്നു ചേരാതെ, പുരുഷനും സ്ത്രീയും ഒന്നിച്ച് നിൽക്കാതെ ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ വീടുകളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെ കാലം മുതൽക്ക് നമ്മൾ വന്നിട്ടുള്ളതാണ് പുരുഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഒരു ആൺകുട്ടി ഉണ്ടായാൽ കൂടുതൽ സന്തോഷിക്കുക, പെൺകുട്ടി ഉണ്ടായാൽ സന്തോഷം കുറയുന്ന, അതുപോലെ പ്രസവിച്ച സ്ത്രീകൾ പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്ന ഭാര്യമാരെ ഉപേക്ഷിക്കുന്നൊക്കെ രീതി പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സ്ത്രീക്ക് വേണ്ടത്ര ഒരു ബഹുമാന്യത കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത നമുക്കൊക്കെ വന്നിട്ടുള്ളത്. അത് മാറണം. ഇപ്പം നമ്മൾ കേട്ടുവരുന്ന
കുറച്ച് കാര്യങ്ങൾ. സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയിട്ടും സ്ത്രീ സുന്ദരിയായിരിക്കുന്നെങ്കിൽ അത് ആ സ്ത്രീയുടെ ഭർത്താവ് നൽകുന്ന സ്നേഹം കൊണ്ടാണ് ആ സ്ത്രീ അത്രയും സുന്ദരിയായിരിക്കുന്നത്, ഇപ്പോഴും യൗവനം കാത്തുരക്ഷിക്കുന്നത് എന്ന് പൊതുവെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു പുരുഷനും സുന്ദരനായിട്ട് എപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അവനെ അതുപോലെ പരിപാലിക്കുന്ന അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവൻ്റെ ഭാര്യ ആ സ്ത്രീയാണ് അതിന് കാരണം എന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെയൊക്കെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ, ഉറക്കമൊക്കെ വേണ്ട പോലെ ആവാതെ, കഴിക്കുന്ന ഭക്ഷണമൊക്കെ വേണ്ട പോലെ ദഹിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാതെ, വിശപ്പില്ലാതെ, ദാഹമില്ലാതെ, അങ്ങനെ ഒരു റെസ്റ്റ്ലെസ്നെസ്, നമുക്കൊരു മനസ്സിന് സ്വസ്ഥതയില്ലാത്ത സമയത്താണ് നമ്മുടെ പ്രായം എന്നുള്ളതിൻ്റെ ഒരു അക്രമം ഉണ്ടാകുന്നത്, അല്ലേ? പ്രായാധിക്യമൊക്കെ തോന്നാൻ കാരണം. ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ, സുഖകരമായിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൻ്റെ ഒരു റോയൽ ലുക്ക് നിങ്ങളുടെ മുഖത്തും ശരീരത്തൊക്കെ കാണാൻ സാധിക്കും. പിന്നെ പ്രായത്തിൻ്റെ വ്യത്യാസം എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള ആരോഗ്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഇണകൾ തന്നെയാണ്. പുരുഷന് സ്ത്രീയും, സ്ത്രീക്ക് പുരുഷനും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ള വേർഡ് തികച്ചും തെറ്റാണ്. ആരും കൊടുക്കാനിവിടെ ആളല്ല, വാങ്ങാനിവിടെ അവർ നമ്മുടെ ഒരു പടി താഴെ നിൽക്കുന്നവരല്ല. സ്ത്രീ പുരുഷ തുല്യതയ്ക്കാണ് നമ്മളിവിടെ പ്രാധാന്യം കാണേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് അവളുടെ ജീവശാസ്ത്രപരമായ പല കാര്യങ്ങളാൽ അവർക്ക് വരുന്ന ഒരു അരക്ഷിതാവസ്ഥ, അതിന് സംരക്ഷണം നൽകുക പുരുഷൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചില കടമകളുണ്ട്. പ്രസവിക്കുക, ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുഞ്ഞിന് മുലയൂട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീ മാത്രമാണ് ചെയ്യുന്നത്. പ്രസവവേദന പോലത്തെ വേദനയൊന്നും ഒരിക്കലും പുരുഷന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ സ്നേഹം അത്രയും പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ശാരീരികമായിട്ട് ആ വേദന അനുഭവിക്കുമ്പം ഒരുപക്ഷെ ആ റൂമിന് പുറത്ത് നിന്നിട്ടോ, ഇപ്പോഴത്തെ രീതിയിലാണ് നമ്മളെ ലേബർ റൂമിൽ ഭർത്താക്കന്മാരെയും കയറ്റോടെ നമ്മളത് മാനസികമായിട്ട് അത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ സ്നേഹമുള്ളിടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും പ്രസവിച്ച് വരുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവളെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഭർത്താക്കന്മാരും ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും പല കാര്യങ്ങളും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി, ആണായാലും പെണ്ണായാലും ഒരുപോലെ ആണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ സ്ത്രീക്കും പുരുഷനും പ്രത്യേക ദിവസങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, എങ്കിലും നമുക്ക് ആഘോഷിക്കാം. പുരുഷ ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. അതോടൊപ്പം പുരുഷനാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരുഷനാണ് എന്ന് അഭിമാനത്തെ പറയുന്നെങ്കിൽ, നിങ്ങളെ കൂടെയുള്ള സ്ത്രീ അമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുകയും അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് അവരുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും നിങ്ങളുടെ സഹായം അവർക്ക് നൽകി അവരെ ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു ചുമതല കൂടി പുരുഷനുണ്ട്. എങ്കിൽ മാത്രമേ അവൻ പുരുഷനാവുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാ പുരുഷന്മാർക്കും എൻ്റെ വക ആശംസകൾ. തീർച്ചയായും പുരുഷന് ഒരുപാട് കെട്ടുപാടുകളൊക്കെ ഉണ്ടെങ്കിലും, ബന്ധങ്ങളുടെ ഒരുപാട് കടമകളുണ്ടെങ്കിലും അവൻ പൊതുവെ സ്വതന്ത്രനാണ്. പൊതു ജനമധ്യത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ പുരുഷൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ ഒരിക്കലും സ്ത്രീക്ക് സാധിക്കാറില്ല. അപ്പോൾ അവളെ കൂടി നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടാൻ, അവൾക്ക് സംരക്ഷണം കിട്ടാൻ നാം അടങ്ങുന്ന പുരുഷവർഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അവന് വേറെ ആരിൽ നിന്നും അവർക്ക് ഒരു പ്രശ്നം വരാനില്ല. പുരുഷനിൽ നിന്ന് മാത്രമാണ് ഇതുപോലെ എപ്പോഴും ഒരു ഭീഷണി. അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സാധാരണ. തീർച്ചയായും ആ പുരുഷൻ സംരക്ഷണം നൽകാൻ കരുത്തുള്ള പുരുഷനായി
ജനിച്ചാൽ നമുക്ക് അഭിമാനിക്കാം. നമുക്കവർക്ക് വേണ്ട സംരക്ഷണം നൽകി നമ്മോട് ചേർത്ത് നിർത്തി ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സ്ത്രീകളെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പരിഗണിക്കുക, ആദരിക്കുക, അവരുടെ ത്യാഗങ്ങളൊക്കെ മനസ്സിലാക്കുക, വേദനകൾ അറിയുക. ഒരു സ്ത്രീയാകുമ്പം പുരുഷനെ പോലെയല്ല, ഓരോ മാസവും അവർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഒരു പ്രത്യേക ഏജ് വരെ, പ്രത്യേക സമയം വരെ ജീവിതത്തിൽ പ്രായപൂർത്തിയായ ശേഷം വർഷങ്ങൾ അവളങ്ങനെ ആ വേദനയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവരുടെ കടമകളൊന്നും മറക്കാതെ എല്ലാം നല്ല രീതിയിൽ ചെയ്യുകയും പുരുഷന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന, കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന സ്ത്രീയെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇന്ന് പുരുഷ ദിനമാണ്. ആ പ്രത്യേക ദിനത്തിൽ ഒന്നുകൂടി പുരുഷനായി പിറന്ന എല്ലാവരും ഭാഗ്യവാന്മാരാണ്. അവരത് ഓർക്കുക, തങ്ങളുടെ കടമകൾ വേണ്ട പോലെ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമുക്കൊരു നല്ല വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനികം സുരേഷ് പുനൂർ, പുനെ.